ഹലോ ഗായ്സ്, ഐ നോബഡി പൃഥ്വിരാജ് സുകുമാരന്റെ പുതിയ സിനിമ റിലീസായിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യ ഷോ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വൺ വേർഡിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് മൂവി, ഗുഡ് ടു വാച്ച്. ഞാൻ 7/10 അതിന് റേറ്റിംഗ് ആദ്യമേ പറയാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഡയറക്ടർ നിസാം ബഷീർ, റൈറ്റർ സമീർ അബ്ദുൾ, ഇവരെ കൂട്ടുകെട്ടിൽ പിറന്ന രണ്ടാമത്തെ മൂവിയാണ്. റോഷാക്കിന് ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്ന പടമാണ് ഐ നോബഡി. ആ റോഷാക്ക് ലെവലിലോട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ അത് വേറെ സൈക്കോളജിക്കൽ ത്രില്ലർ ഇതിൽപ്പെടുന്നതാണ്. ഈ പടം നമുക്ക് ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റിയ പടമാണ്. നല്ല പടമാണ്, നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നി. പൃഥ്വിരാജിന്റെ വേറൊരു തരത്തിലുള്ള അഭിനയമാണ് ഈ പടത്തിൽ കാണാൻ കഴിഞ്ഞത്. എസ്പെഷ്യലി പൃഥ്വിരാജിന്റെ ഒരു ശൈലിയുണ്ട്, അതിൽ നിന്നും മാറിയിട്ടുള്ള ഒരു പ്രത്യേകതരം ശൈലി ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിസാം ബഷീർ, അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ വളരെ നന്നായിരുന്നു. അദ്ദേഹം ഒരു വെറൈറ്റി ഡയറക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ അയാളെ പ്രതീക്ഷിച്ചാണ് പ്രത്യേകിച്ച് ഞാൻ ഈ സിനിമ കാണാൻ പോകാൻ എനിക്കൊരു പ്രചോദനമായത്. അതുകൊണ്ട് തന്നെ സമീർ അബ്ദുളിന്റെ റൈറ്റിംഗും കൊള്ളാം. പാർവതി തിരുവോത്തുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് രാജീവൻ എന്നാണ്. അതുപോലെ പാർവതി തിരുവോത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് മീര എന്നാണ്. അതുകൂടാതെ ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നുപോയി. അശോകൻ സാറുണ്ട്, മധുപാൽ സാറുണ്ട്, പിന്നെ ഹക്കീം ഷാജഹാൻ ഉണ്ട്, വിജയരാഘവൻ സാറുണ്ട്. പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട 2 കുഞ്ഞുകുട്ടികൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേര് എനിക്കറിയത്തില്ല, ബട്ട് അവർ നല്ല രീതിയിൽ അത് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഇതിനെ ഹൈ ലെവൽ മൂവി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു വളരെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന മൂവി. ഒരു പ്രത്യേകം ഒരു കാര്യം പറയാം, ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു റോബറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. അതിനോട് ചുറ്റിപ്പറ്റിയ ത്രില്ലറാണ് ഈ പടത്തിന്റെ മെയിൻ ഘടകം. അതിനെ ഇന്നത്തെ കാലഘട്ടമായി ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് അതിനെ വർണ്ണിക്കാൻ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ ബൈ.